കാര്യങ്ങളൊക്കെ കേട്ട് ദശരഥ മഹാരാജാവ് പറഞ്ഞു, മഹർഷി, അവൻ ബാലകനാണ്. അവിടുന്ന് പറഞ്ഞതിൽ വെച്ച് നോക്കുമ്പോൾ ആ രാക്ഷസന്മാർ അതീവ ക്രൂരരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാമന് പകരം ഞാൻ വരാം മഹർഷി. ഇത് കേട്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ദശരഥ മഹാരാജാവിന് മൂത്തപുത്രനായ രാമന്റെ കഴിവിൽ വിശ്വാസമില്ലെന്നാണോ ഈ പറയുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ മൂത്തപുത്രൻ തന്നെയാണ് രാജാവായി വാഴേണ്ടത്. ആ സമയത്ത് ഇതുപോലുള്ള അസുരന്മാരുടെ ആക്രമണം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പോരാടി ജയിക്കണമെങ്കിൽ ഇന്നേ പരിശീലനം വേണ്ടതാണ് അവന്. അവിടുത്തെ സഹായത്തിന് നന്ദി രാജൻ. അവിടുത്തെ പുത്രനായ രാമന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. മറ്റു ദേശങ്ങളിൽ സഹായം ചോദിക്കാതെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് മനസ്സിലായിക്കൂടെ രാമന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. ശേഷം ദശരഥ മഹാരാജാവ് രാമനെ വിളിച്ചു. യുവരാജാവ് രാമന് പ്രണാമം. എനിക്ക് താങ്കളുടെ സഹായം വേണം. തയ്യാറായിക്കൊള്ളൂ രാജകുമാര, എന്റെ കൂടെ വരാൻ. ഇത് കേട്ട ലക്ഷ്മണൻ ചോദിച്ചു മഹർഷിയോട്, രാമൻ ജ്യേഷ്ഠനോടൊപ്പം ഞാനും വന്നാൽ കുഴപ്പമുണ്ടോ മഹർഷി? പുഞ്ചിരിയുടെ മഹർഷി അനുവാദം നൽകി.